പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്, നമ്മുടെ വേദഗ്രന്ഥമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ പാലിക്കേണ്ട നിയമനിർദ്ദേശങ്ങളുടെയും വിധിവിലക്കുകളുടെയും സമാഹാരമാണ് എന്നെല്ലാം നമുക്കറിയാം. ഈ ഖുർആനിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കിയത് ഖുർആൻ ജനങ്ങളുടെ ഹൃദയത്തിൽ മാറ്റം വരുത്തി എന്നതാണ്. ഒട്ടേറെ ഉദാഹരണങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ഖുർആൻ പാരായണം ശ്രവിച്ചപ്പോൾ അദ്ദേഹം ആകെ മാറിപ്പോവുകയാണ്. ഉമർ ഖുർആൻ കേട്ടപ്പോൾ അത് ഉമർ റളിയല്ലാഹു അൻഹു ആയി മാറുകയാണ്, ഇസ്ലാമിൻ്റെ അനുയായിയായി തീരുകയാണ് ചെയ്തത്. അതേപോലെ ജുബൈർ ബിൻ മഖ്തൂം മഗ്രിബ് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ അദ്ദേഹം ആ ഒരു കേൾവി കൊണ്ട് മാത്രം മുസ്ലിം ആവുകയാണ്. ഇതേപോലെ ഒട്ടേറെ സംഭവങ്ങൾ അവരെല്ലാം ഖുർആൻ സ്വാധീനിച്ചത്. ഇതേപോലെ ഒരു സ്വാധീനം ഖുർആൻ കൊണ്ട് നമുക്കുണ്ടാവുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വർഗവുമായി ബന്ധപ്പെട്ട ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സുകൾ അത് സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടോ? അത് നേടിയെടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മുടെ മനസ്സുകൾ വീർപ്പുമുട്ടുന്നുണ്ടോ? അതേപോലെ നരകവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് വിറയൽ അനുഭവപ്പെടുന്നുണ്ടോ? നമ്മുടെ മനസ്സുകൾ ഭയചകിതമാകുന്നുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതേപോലെ ഖുർആൻ വിവരിച്ച ചരിത്രപരമായ പരാമർശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആവേശഭരിതരാവാറുണ്ടോ? ഇല്ലെങ്കിൽ, ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ ഖുർആൻ പാരായണം എന്നത് അത് കേവലം ഒരു മൃദമായ ഒരു പാരായണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഖുർആനെ ജീവനോട് കൂടി ഉൾക്കൊള്ളാനാണ് നമ്മളിവിടെ പരിശ്രമിക്കേണ്ടത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ സുനൽ കുബ്രയിലൊക്കെ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. സ്വഹാബികളുടെ രീതി എന്ന് പറയുന്നത് ഇദാ തഅല്ലംനാ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ആയാത്തി മിനൽ ഖുർആനി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 10 ആയത്തുകൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതായിരുന്നു. ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ പറയുകയാണ്, ലം തഅല്ലം 10 ആയാത്തിൻ മാ നസലത്ത് ബഅദഹ, അതിനുശേഷം ഇറങ്ങുന്ന 10 ആയത്തുകൾ ഞങ്ങൾ പഠിക്കാറുണ്ടായിരുന്നില്ല. ഹത്താ നഅലമ മാ ഫീഹി മിനൽ അമൽ, ഈ പഠിച്ചു കഴിഞ്ഞ 10 ആയത്തുകൾ അതിൽ നിന്ന് എന്ത് അമലാണ് ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാതെ, ആ അമലുകൾ ചെയ്യാതെ, അല്ലെങ്കിൽ പഠിച്ച ആയത്തുകൾ പ്രാവർത്തികമാക്കാതെ ഞങ്ങൾ പിന്നെ അടുത്ത 10 ആയത്തുകൾ പഠിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാരുടെ സ്വഭാവമായി പറയുന്നത്. അതേപോലെ ഖുർആനിലൂടെ ഈ രൂപത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരു ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കിയതിന് ശേഷമായിരിക്കണം അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നതാണ് ഖുർആനോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബാധ്യത എന്നത്. ആ രൂപത്തിലുള്ളൊരു ബാധ്യത നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതിപ്പെടുന്ന ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അവർ അതിനെ വലിച്ചെറിഞ്ഞു, അഗണ്യകോടിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയുന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടും എന്ന വിഷയം വളരെ ഗൗരവത്തോടെ ഓർത്തുകൊണ്ട് യഥാർത്ഥ ഖുർആന്റെ അഹ്ലുകാരായി തീരാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.